എന്റെ സിനിമയിലെ സാധാരണ പൈങ്കിളി സിനിമയിൽ കാണുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല. അതെനിക്ക് വശമില്ല. ആക്ഷൻ സിനിമയിൽ കാണുന്ന സ്റ്റണ്ട് രംഗങ്ങളും കാണില്ല. അതും നല്ലത്. ശരിക്കും എനിക്ക് ചോര കാണുന്നതേ പേടിയാ. മമ്മൂട്ടി സിനിമ പോലെ ഇൻവെസ്റ്റിഗേഷൻ സിനിമയല്ല. എനിക്കത് വരുമെന്ന് തന്നെ അറിയില്ല സാറ്. എക്സ്ക്യൂസ് മീ സാർ, ഒരു അർജന്റ് കോളാ. ഓക്കെ. പറയടാ. നീ എവിടെയാടാ? എടാ, ഞാൻ ഹീറോയ്ക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നതാ. ഹീറോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താ ബോധം കെട്ടു വീഴൂ? ഇയാളല്ലേ എന്റെ സിനിമയിലെ ഹീറോ. അവന്റെ കാര്യം പോട്ടെന്നേ, നീ ഒരു കാര്യം ചെയ്യേ. അവൻ വന്നില്ല എന്ന് കരുതി ഇൻഡസ്ട്രിക്ക് എന്താ കുഴപ്പം? എടാ, നീ ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കാതെ ഉള്ള കാര്യം എന്താ വെച്ചാ പറ. എങ്കിൽ പറയാം. നീ പെട്ടെന്ന് JK മാൾ കോൺഫറൻസ് ഹാളിലേക്ക് വാ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. സാർ, കുറച്ച് അർജന്റ് വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒന്ന് കഥ പറഞ്ഞാൽ പോരെ? ഓക്കെ സാർ, താങ്ക് യു. വേഗം വാ, വേഗം വാ, മീറ്റിംഗ് ഇപ്പൊ തുടങ്ങും. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. എന്താ? വാടാ. എന്ത് മീറ്റിംഗ് ആണ്? ഹോം മിനിസ്റ്റർ പ്രസ് മീറ്റാ. എന്ത് ചോദ്യം ചോദിക്കാം? നീ എങ്ങോട്ടേ വലിച്ചോണ്ട് പോകുന്നേ? 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിക്കാൻ നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്താനാണ്. വർത്താനൊന്നും വേണ്ട, പാ വേഗം. പറഞ്ഞാലും മനസ്സിലാവില്ല, അവരവിടെ വെയിറ്റ് ചെയ്യുക. അയ്യോ സോറി സാർ, സോറി സാർ. ഞാനിവിടെ നിന്നോളാം, നീ പൊക്കോ. നീ ഇവിടെ നടക്ക്. ഇവിടെ ഇരിക്കും, അങ്ങോട്ട് ഇരിക്കും. ആറ്റിങ്ങൽ, the people's capital of Kerala. His envision to be a city of world-class standards. ഇതുവരെയും നിങ്ങൾ കണ്ടത് ന്യൂ ക്യാപിറ്റൽ പ്ലാനിംഗ് ഫൗണ്ടേഷനു വേണ്ടിയുള്ള പ്രോഗ്രാം. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ ജ്യോതി പ്രസാദ് വർമ്മ വിവരിക്കുന്നതാണ്. മാഡം, ഇപ്പോൾ ഈ ഡോക്യുമെന്റിൽ കാണിച്ചതുപോലുള്ള വർക്കിന്റെ എസ്റ്റിമേറ്റ് തുക എവിടെ നിന്ന് കണ്ടെത്തും? അതിനുവേണ്ടി ഒരു 3-അംഗ ഫിനാൻഷ്യൽ കമ്മിറ്റിയെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് വരട്ടെ. ഈ പുതിയ തലസ്ഥാനം നിർമ്മിക്കുന്നത് തന്നെ അതിന്റെ നിർമ്മാണ തുകയിൽ മന്ത്രിമാർക്ക് കൈയിട്ട് വരാനാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ടല്ലോ. ഇതിൽ മാഡത്തിന്റെ അഭിപ്രായം? ഞാനെന്ത് പറയാൻ, പ്രതിപക്ഷമല്ലേ. പ്രതിപക്ഷം എന്തു പറയുന്നതും അനുസരിക്കാൻ ഈ സർക്കാരിനാവില്ല. ഈ ഗവൺമെന്റ് പൊതുജനത്തോടൊപ്പമാണ്, അടിസ്ഥാന വർഗത്തിനൊപ്പമാണ്, അങ്ങനെ സമൂഹത്തിലെ നാനാതുറയിലുള്ള ജനങ്ങളോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ എന്റെ മേൽനോട്ടം എല്ലാ മേഖലയിലും ഉണ്ടാവുന്നതാണ്. മുഖ്യമന്ത്രിയുടെ നിരീക്ഷണം ഈ കാര്യത്തിൽ ഉണ്ടാവുന്നതുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവേണ്ട. ഒരു മഹിളാ ഹോം മിനിസ്റ്ററായിരുന്നിട്ട് കൂടി സ്ത്രീകൾക്ക് നീതി വളരെ അകലെയാണെന്ന ജനസംസാരം. ഇതേക്കുറിച്ച് മാഡം എന്ത് പറയുന്നു? നിങ്ങൾ ഏത് കാര്യമാണ് ഉദ്ദേശിക്കുന്നത്? രാജാ ഹരിശ്ചന്ദ്ര പ്രസാദ് ഹോസ്റ്റലിനെ പറ്റി. ആദ്യം ഒരു സ്ത്രീ, പിന്നൊരു സ്റ്റുഡന്റ് സംശയാസ്പദമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടും ആ കേസിൽ ഇതുവരെ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പോലീസിന്റെ അനാസ്ഥയ്ക്ക് കാരണം താങ്കളാണെന്നുമാണ് ജനസംസാരം. അതിനെപ്പറ്റി എക്സ്പ്ലനേഷൻ തരേണ്ടത് ഞാനല്ല. ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്ന സ്പെഷ്യൽ ഓഫീസർ അരവിന്ദാണ്. ഈ കേസ് ഞാനാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് കേസ് തീർക്കാൻ വേണ്ടി ഒരു നിരപരാധി അറസ്റ്റ് ചെയ്യാൻ ഞാനില്ല. എത്ര സമയമെടുത്താലും യഥാർത്ഥ പ്രതിയെ തന്നെ കണ്ടുപിടിക്കും. നോക്കൂ, എന്റെ ഡിപ്പാർട്ട്മെന്റിന് ഇതൊരു കേസ് മാത്രമല്ല ഉള്ളത്, പെൻഡിംഗ് കേസുകൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇത്തരത്തിലുള്ള സെൻസിറ്റീവ് കേസുകൾ ശ്രദ്ധാപൂർവം അന്വേഷിക്കേണ്ടതുണ്ട്. ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമുള്ള ചെറിയ തുമ്പ് പോലും ഞാൻ വിട്ടുകളയില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ എത്ര വലിയവനോ ചെറിയവനോ എന്നുള്ള വ്യത്യാസം ഈ കേസിൽ കാണില്ല. ഇതല്ലാതെ എന്തെങ്കിലും സോളിഡ് പ്രൂഫ് കിട്ടിയാൽ പ്രസ് മീറ്റ് വിളിച്ച് നിങ്ങളെ എല്ലാവരെയും ഞാൻ അറിയിക്കും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. അതല്ലാതെ ഊഹാപോഹങ്ങൾ തട്ടിവിടരുത്. താങ്ക് യു. എന്താ അരവിന്ദ്? മാഡം, നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യാത്തതുകൊണ്ട് ജനങ്ങൾ എന്നോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ജനങ്ങളുടെ കാര്യമാകുമ്പോ തെറ്റ് സംഭവിക്കരുത്. അതെന്തിനാ മാഡം അങ്ങനെയൊക്കെ സംസാരിച്ചത്? ഇടയ്ക്കിടയ്ക്ക് ഇവന്മാർക്കൊക്കെ ഒരു ഡോസ് കൊടുക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല.